ഈ പാട്ടാണ് വേദു മുത്തശ്ശന്റെ പിറന്നാളിന് സ്റ്റേജിൽ കയറി പാടിയത്. മൈക്ക് കയ്യിലെടുത്തും ടെസ്റ്റ് ചെയ്തുമുള്ള വേദുവിന്റെ പാട്ട് ബന്ധു മൊബൈലിൽ പകർത്തി. പാട്ട് സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റായി. പക്ഷേ ഇക്കാര്യങ്ങൾ വേദുവോ മാതാപിതാക്കളോ ആദ്യം അറിഞ്ഞില്ല. പിന്നാലെ വേദുവിനെ അന്വേഷിച്ചായി സോഷ്യൽ മീഡിയ മൊത്തം. 4 വയസ്സുകാരന്റെ പാട്ട് കേരളക്കരയാകെ ഏറ്റെടുത്തു. പാട്ടും പറച്ചിലുമായി ഫുൾ ബിസിയാണ് വേദു. പാട്ട് മാത്രമല്ല ഡാൻസുമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഈ സന്തോഷത്തിൽ ഞെട്ടിയിരിക്കുകയാണ് അമ്മ മൃദുല. മുത്തശ്ശിയിൽ നിന്നാണ് വേദു പാട്ട് പഠിച്ചത്. ഇപ്പോൾ മുത്തശ്ശിയെയും ബന്ധുക്കളെയും പാട്ടുപാടി കേൾപ്പിക്കുന്നതും അവരെ കൊണ്ട് തിരിച്ചു പാടിപ്പിക്കുന്നതുമാണ് വേദുവിന്റെ ഹോബി. ഒരു പ്രായം തൊട്ടിട്ട് തന്നെ വേദുവിന് താളം പിടിക്കാൻ തുടങ്ങിയായിരുന്നു. എന്ത് പാട്ട് കേട്ട് കഴിഞ്ഞാൽ താളം പിടിച്ചായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് പറ്റുന്ന വാക്കുകൾ വെച്ചിട്ട് പാടും. എത്രയാണോ വാക്ക് കിട്ടുന്നത് ആ വാക്കുകൊണ്ട് പാടും. ബാക്കി താളത്തിൽ ഇങ്ങനെ ഇതാക്കും. സ്വന്തമായി പാട്ട് പാടുമ്പോഴും മറ്റുള്ളവർ ഏറ്റുപാടുമ്പോഴും വേദുവിന്റെ പ്രോത്സാഹനമുണ്ട്. സോഷ്യൽ മീഡിയ താരമായതോടെ സമയമില്ലാത്ത പ്രശ്നവും വേദുവിനുണ്ട്. കിട്ടുന്ന കുറച്ച് സമയം കോണിയും പാമ്പും കളിച്ചും കാർ ഓടിച്ചുമാണ് എൻജോയ്മെന്റ്. വേദുവിന്റെ നേട്ടങ്ങളിൽ ബന്ധുക്കൾക്കും വലിയ സന്തോഷമുണ്ട്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സന്തോഷമാണ്. വേദു ഞങ്ങളുടെ ഇടയിലൊക്കെ നല്ലോണം പാടും. അതൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷെ ഇത്രയും ഞങ്ങൾ ആൾക്കാർ കണ്ട് ഇത്ര ഫേമസ് ആവും അല്ലെങ്കിൽ വേദുവിൻ്റെ പാട്ട് എല്ലാവരും സ്വീകരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. തന്റെ പാട്ട് കേൾക്കുന്നവരോടും പിന്തുണയ്ക്കുന്നവരോടും വേദുവിന് പറയാനുള്ളത് ഇതാണ്. ഓക്കെ അല്ലേ? ഓൺ ചെയ്യട്ടെ? ഓൺ ചെയ്യാൻ പോണേ. 1 2 ഞാൻ ഓൺ ചെയ്യാം. ഓൺ. മിടുക്കനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സകലകലാ വല്ലഭനാണ് വേദുവെന്ന ജാതവേദ കൃഷ്ണൻ. എൻ്റെ ഒരു 4-5 വയസ്സിൽ അംഗൻവാടിയിൽ പോയി ഉപ്പുമാവ് മേടിച്ചതാണ് എനിക്ക് ഓർമ്മയുള്ളത്. പക്ഷേ ആ 4-ാം വയസ്സിലാണ് വേദു കാഴ്ചക്കാരെ മുഴുവൻ കയ്യിലെടുത്ത് സോഷ്യൽ മീഡിയയിലെ താരമായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.